Hello, good afternoon. Welcome to Learnino. നമ്മൾ ഈ ഒരു വീഡിയോയിൽ എലമെന്ററി ജനറേറ്റർ എന്നുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് എലമെന്ററി ജനറേറ്റർ എന്നും അതിന്റെ ഡിഫറെന്റ് പാർട്സുകൾ എന്തൊക്കെയാണ്, ആ ഓരോ പാർട്സുകളുടെയും ഫങ്ഷൻസ് എങ്ങനെയാണ് ഒരു ജനറേറ്റർ ഈ ഒരു എലമെന്ററി ജനറേറ്റർ വർക്ക് ചെയ്യുന്നത് എന്നെല്ലാമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ ഒരു എലമെന്ററി ജനറേറ്റർ എന്താണെന്നുള്ളത് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഒരു സിംപ്ലസ്റ്റ് എലമെന്ററി ജനറേറ്റർ എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു AC ജനറേറ്റർ ആയിട്ട് തന്നെ നിർമ്മിക്കാനായിട്ട് നമുക്ക് പറ്റും. അതായത് ഒരു AC സിഗ്നലിനെ ജനറേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ബേസിക് ജനറേറ്റിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് നമുക്ക് ഈസി ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു എലമെന്ററി AC ജനറേറ്റർ യൂസ് ചെയ്ത് നമുക്ക് ഒരു ജനറേറ്ററിന്റെ വർക്കിംഗ് എങ്ങനെയാണ്, ഒരു ആൾട്ടർനേറ്റിംഗ് കറന്റ് അല്ലെങ്കിൽ ഒരു AC സിഗ്നൽ നമുക്ക് എങ്ങനെ ജനറേറ്റ് ചെയ്യാം എന്നുള്ളത് ഈ ഒരു AC ജനറേറ്റർ യൂസ് ചെയ്ത് അല്ലെങ്കിൽ ഒരു എലമെന്ററി AC ജനറേറ്റർ യൂസ് ചെയ്ത് നമുക്ക് അതിന്റെ വർക്കിംഗ് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു കൺസ്ട്രക്ഷണൽ വ്യൂ എന്ന് നമുക്ക് പറയാനുള്ളത്. അപ്പൊ ഇതിൽ നമുക്ക് പോൾ പീസസുകൾ വരുന്നുണ്ട്. ഓക്കെ, ഈ രണ്ട് റെഡ് കളറിൽ കാണിക്കുന്നതിനെയാണ് പോൾ പീസസ് എന്ന് പറയുന്നത്. പിന്നെ നമുക്കൊരു ആർമേച്ചർ ലൂപ്പ് വരുന്നുണ്ട്. ഇതാണ് ഈ ഒരു സ്ക്വയർ ഷേപ്പ് കാണിക്കുന്നില്ലേ, അതാണ് ഒരു ആർമേച്ചർ ലൂപ്പ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ബ്രഷസ് വരുന്നുണ്ട്. കണ്ടോ, ഇതാണ് ബ്രഷസ്. ഇതുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് സ്ലിപ്പ് റിംഗ്സിലുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഈ ബ്രഷുകൾ എന്ന് പറയുന്നത് സ്ലിപ്പ് റിംഗ്സുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് മെയിൻ കോമ്പണന്റ്സ്. നമുക്ക് ഇനി ഓരോന്നിന്റെയും വർക്കിംഗ് എന്താണെന്ന് അല്ലെങ്കിൽ ഓരോന്നിന്റെയും ഫംഗ്ഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോ ഫസ്റ്റ് ഞാൻ പറഞ്ഞു പോൾ പീസസ്, അതായത് നോർത്തും സൗത്തും എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന പോൾ പീസസുകളാണ്. ഇത് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ രണ്ട് പോൾ പീസസുകളാണ് ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു പോൾ പീസസ് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ഒരു പ്രത്യേക ഷേപ്പിലാണ് നമ്മൾ അതിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് കോൺസെൻട്രേറ്റ് ആയിട്ട് നമുക്ക് അതിലൊരു കാണുകയാണ്. ഓക്കെ, ആ ഒരു വയർ ലൂപ്പിലേക്ക് ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള ആ ഒരു മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് കിട്ടുന്നത് ഈ ഒരു പോൾ പീസസ് വഴിയാണ്. ഓക്കെ, നെക്സ്റ്റ് വേണം നോക്കുന്നത് ആർമേച്ചർ അല്ലെങ്കിൽ ആർമേച്ചർ ലൂപ്പ് ആണ്. അതൊരു ലൂപ്പ് ഓഫ് വയർ ആണ്. അത് എന്ത് ചെയ്യുന്നുണ്ട്, ആ ഫീൽഡിനനുസരിച്ച് റൊട്ടേറ്റ് ആകുന്ന ഒരു ലൂപ്പ് ഓഫ് അല്ലെങ്കിൽ ഒരു വയർ ഓഫ് ലൂപ്പ് ആണ് ഈ പറയുന്ന ആർമേച്ചർ എന്ന് പറയുന്നത്. കണ്ടോ, ഈ ഒരു ആർമേച്ചർ ആണ് ഇങ്ങനെ റൊട്ടേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് സ്ലിപ്പ് റിംഗ്സ് വരുന്നുണ്ട്. നമ്മൾ പറഞ്ഞു സ്ലിപ്പ് റിംഗ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതൊരു റിംഗ്സ് ആണ്. അത് എന്ത് ചെയ്യുന്നുണ്ട്, ആർമേച്ചർ ലൂപ്പിന്റെ എൻഡുകളുമായി കണക്റ്റഡ് ആണ്. ഓക്കെ, ഇത് കണ്ടോ, ഒരെണ്ണം എന്ന് പറയുന്നത് ഈ ഒരു റിംഗ് ആർമേച്ചർ സ്ലിപ്പ് റിംഗുമായിട്ട് കണക്റ്റഡ് ആണ്. ഈ പറയുന്ന ഒരു എൻഡ് എന്ന് പറയുന്നത് ഈ ഒരു സ്ലിപ്പ് റിംഗുമായിട്ട് കണക്റ്റഡ് ആണ്. ഇത് എന്ത് ചെയ്യുന്നുണ്ട്, ആർമേച്ചറിനൊപ്പം ഈ പറയുന്ന സ്ലിപ്പ് റിംഗുകളും റൊട്ടേറ്റ് ആകുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് വരുന്നത് ബ്രഷസ് ആണ്. ഇത് കണ്ടോ, ഇവിടെയും ബ്രഷ് വരുന്നുണ്ട്, ഇവിടെയും ബ്രഷസ് വരുന്നുണ്ട്. ഇത് നമ്മൾ മെയിൻ ആയിട്ട് കാർബൺ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതെന്ന് പറയുന്നത് ഒരു വയേർഡ് അറ്റാച്ച്ഡ് ആണ്. ഓക്കെ, അത് ഈ ഒരു റിംഗിന് അഗെയിൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുകയാണ് നമുക്ക് ചെയ്യുന്നത്. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ജനറേറ്റഡ് വോൾട്ടേജ് ഈ ബ്രഷുകളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് വരുന്ന ഒരു കൺസ്ട്രക്ഷണൽ വ്യൂ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഡിഫറെന്റ് പാർട്ടുകളുടെ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഒരു എലിമെന്ററി ജനറേറ്ററിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു വയർ ലൂപ്പ് മൗണ്ടഡ് ആണ് നമുക്ക് ആ ഒരു ഷാഫ്റ്റിൽ കാണുന്നത്. അതുകൊണ്ട് നമുക്കൊരു സ്റ്റേഷനറി മാഗ്നറ്റിക് ഫീൽഡ് ആയിട്ട് അതിനെ റൊട്ടേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പൊ ഇതാണ് എന്ത് ചെയ്യുന്നത്, ഒരു EMF, ഒരു ഇൻഡ്യൂസ്ഡ് EMF ആ ഒരു ലൂപ്പിൽ ജനറേറ്റ് ചെയ്യുന്നത്. ഇതിൽ നമുക്ക് സ്ലൈഡിംഗ് കോണ്ടാക്ടേഴ്സ് വരുന്നുണ്ട്. അതിനെയാണ് നമ്മൾ ബ്രഷസ് എന്ന് പറയുന്നത്. അത് ആ ഒരു ലൂപ്പുമായിട്ട് കണക്റ്റഡ് ആണ് വിത്ത് ആൻ എക്സ്റ്റേണൽ ലോഡ്, അല്ലെ ഒരു എക്സ്റ്റേണൽ സർക്യൂട്ടുമായിട്ട് കണക്റ്റഡ് ആണ് ഈ പറയുന്ന ബ്രഷസ് എന്ന് പറയുന്നത്. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ്, ആ ഒരു ഇൻഡ്യൂസ് ചെയ്തിരിക്കുന്ന അതിലുള്ള ഇൻഡ്യൂസ് ആയിരിക്കുന്ന ഒരു EMF-നെ യൂസ് ചെയ്യുന്നതിന് ഒരു എക്സ്റ്റേണൽ ഫീൽഡുമായിട്ട് അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ ലോഡുമായിട്ട് കണക്റ്റഡ് ആണ്. ഇനി നമുക്ക് ഇതിൽ രണ്ട് പോൾ പീസസുകൾ കണക്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ പോലെ നോർത്തും സൗത്തും നമ്മൾ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. ഈ പറയുന്ന പോൾ പീസസ് ആണ് നമ്മൾ പറഞ്ഞ ആ ഒരു മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നമുക്കൊരു ലൂപ്പ് വയർ വരുന്നുണ്ട്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ആർമേച്ചർ ലൂപ്പ് എന്ന് പറയുന്നത്. അത് മാഗ്നറ്റിക് ഫീൽഡിന് അനുസരിച്ച് ആ ഒരു റൊട്ടേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്, മാഗ്നറ്റിക് ഫീൽഡിനുള്ളിൽ റൊട്ടേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് ആർമേച്ചർ ലൂപ്പ് എന്ന് പറയുന്നത്. ഈ ആർമേച്ചറിന്റെ ലൂപ്പ് നമ്മൾ എവിടേക്കാണ് കണക്ട് ആയിരിക്കുന്നത്, നമ്മൾ പറഞ്ഞ പോലെ സ്ലിപ്പ് റിംഗുമായിട്ടാണ് കണക്ട് ആയിരിക്കുന്നത്. ഈ ആർമേച്ചർ റൊട്ടേറ്റ് ആകുന്നത് അനുസരിച്ച് ഈ പറയുന്ന സ്ലിപ്പ് റിംഗും എങ്ങനെയാണ് റൊട്ടേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ പറഞ്ഞ പോലെ ബ്രഷ് എങ്ങനെയാണ് കാർബൺ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അത് ആ ഒരു റിംഗിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ് റൊട്ടേറ്റ് അല്ലെങ്കിൽ റൈഡ് ആകുന്നത്. ഓക്കെ, അപ്പൊ ജനറേറ്റ് ആയ വോൾട്ടേജ് നമുക്ക് ഈ റിംഗിൽ കിട്ടുകയും അതിന്റെ ആ റിംഗ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഈ പറയുന്ന എക്സ്റ്റേണൽ അല്ലെങ്കിൽ ഈ പറയുന്ന ഇവിടെയുമായിട്ട് കണക്റ്റഡ് ആണ് വരുന്നത്. ഓക്കെ, ഇനി നമുക്കിതിൽ ഓരോ പർട്ടിക്കുലർ ആംഗിളിൽ വരുന്ന വർക്കിംഗ് എങ്ങനെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഫസ്റ്റ് നമ്മൾ എടുക്കുന്നത് ഈ ഒരു എലമെന്ററി ജനറേറ്റർ അറ്റ് എ എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കൂ, ഈ ഒരു എ എന്ന് പറയുന്ന കണ്ടീഷനിൽ എങ്ങനെയാണ് ഷാഫ്റ്റിന്റെയും വയർ ലൂപ്പിന്റെയും കണക്ഷൻ ആണ് നമുക്ക് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റന്റിൽ ലൂപ്പ് വയർ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും, ആ ഒരു
മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസിന് പാരലൽ ആയിട്ടായിരിക്കും. അതായത് ഇതാണ് ലൂപ്പ് വയർ എങ്കിൽ ഇതാണ് മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസ്. ഇത് രണ്ടും പാരലൽ ടു ഈച്ച് അതർ ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് ഇവിടെ പ്രത്യേകിച്ച് കട്ടിങ്ങുകളൊന്നും വരുന്നില്ല അല്ലെ. ഒരു കട്ടിംഗ് ആക്ഷൻസ് ഒന്നും തന്നെ ഇവിടെ വരുന്നില്ല. ലൂപ്പും മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസും തമ്മിൽ ഒരു കട്ടിംഗ് ഓപ്ഷൻസ് വരാത്തത് കൊണ്ട്, അല്ലെങ്കിൽ ലൂപ്പ് കാരണം മാഗ്നറ്റിക് ഫ്ലക്സ് ഓഫ് ലൈൻസ് കട്ടാവാത്തത് കൊണ്ട് നമുക്ക് ഇവിടെ എന്താണ് പ്രത്യേകിച്ച് EMF ഒന്നും തന്നെ ഇൻഡ്യൂസ്ഡ് ആകുന്നില്ല. ഈ കണ്ടക്ടേഴ്സിൽ നോ EMF ആണ് ഇൻഡ്യൂസ്ഡ് ആകുന്നത്. അതായത് EMF ഒന്നും തന്നെ ഇൻഡ്യൂസ്ഡ് ആകുന്നില്ല. അപ്പൊ നമുക്ക് എന്താകും, സീറോ ആണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു മീറ്ററിൽ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന എക്സ്റ്റേണൽ ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന മീറ്ററിൽ നമുക്ക് കാണിക്കുന്ന റീഡിംഗ് എന്ന് പറയുന്നത് സീറോ ആയിരിക്കും. കാരണം എന്താണ്, നമുക്ക് ഈ ഒരു ലൂപ്പ് മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസിനെ കട്ട് ചെയ്യുന്നുണ്ടോ, ഇല്ല. കട്ട് ചെയ്താൽ മാത്രമാണ് നമുക്ക് അവിടെ ഒരു EMF ഇൻഡ്യൂസ് ആവുകയുള്ളൂ അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് ആ ഒരു കട്ടിംഗ് പ്രോസസ്സ് വരാത്തത് കൊണ്ട് നമുക്ക് എന്താണ്, സീറോ EMF ആണ് വരുന്നത്. അപ്പൊ ഈ ഒരു പൊസിഷനെ പറയുന്നതാണ് ന്യൂട്രൽ പ്ലെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ന്യൂട്രൽ പ്ലെയിനിൽ എനിക്ക് എന്തായിരിക്കും, സീറോ ആണ് എനിക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ എന്റെ റിസൾട്ട് എന്താണ്, സീറോ EMF ആണ് എനിക്ക് ഇവിടെ കാണിക്കുന്നത്. ഇത് എന്റെ ഫസ്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത്. ഇനി ഞാൻ ക്ലാസ് ബി, അതായത് എലമെന്ററി ജനറേറ്റർ ആയിട്ട് ബി എന്നുള്ള ഒരു സ്റ്റേജ് കൺസിഡർ ചെയ്യാണ്. ഓക്കെ, അപ്പൊ ഷാഫ്റ്റ് എന്താകും, ജസ്റ്റ് ഒരു 90 ഡിഗ്രി റൊട്ടേറ്റ് ആകും. ഓക്കെ, ഇനിഷ്യലി 0 ഡിഗ്രി ആയിരുന്നു, നൗ ഇറ്റ്സ് റൊട്ടേറ്റ്സ് ബൈ 90 ഡിഗ്രി ആണ്. അപ്പൊ കണ്ടക്ടേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ഫ്ലക്സ് ലൈൻസുകളെ കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലെ. നോക്കൂ, ഫ്ലക്സ് ലൈൻസുകളെ കട്ട് ചെയ്തു പോകുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താകും, ഫ്ലക്സ് ലൈൻസുകളെ കട്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു EMF അവിടെ ഇൻഡ്യൂസ്ഡ് ആവുകയാണ് ചെയ്യുന്നത്. ആ ഒരു കണ്ടക്ടറിൽ EMF ഇൻഡ്യൂസ്ഡ് ആകുന്നുണ്ട്. ഓക്കെ, അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഈ ഒരു ആംഗിൾ ഇൻക്രീസ് ആകുന്നതിന്റെ ഫലമായിട്ട് ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത് നമുക്ക് സീറോയിൽ നിന്ന് അതിന്റെ മാക്സിമം വാല്യൂയിലേക്ക് എത്തും. അതായത് അതിന്റെ മാക്സിമം പീക്ക് വാല്യൂയിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സീറോയിലാണ് എന്റെ ഇനിഷ്യൽ കണ്ടീഷനിൽ നിൽക്കുന്നത്. ദെൻ നൗ ഇറ്റ്സ് റീച്ച്ഡ് ടു ഇറ്റ്സ് മാക്സിമം പൊസിഷൻ അല്ലെ. അപ്പോ ഫ്രം 0 to 90 ഡിഗ്രിയിൽ കണ്ടക്ടേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ഡൗൺവേർഡിലും കട്ടാകുന്നുണ്ട്, അതുപോലെ തന്നെ ഫ്രം ഹിയർ ടു ഹിയർ അല്ലെ, ഒരു അപ്വേർഡ് ഡയറക്ഷനിലും കട്ടാവുന്നുണ്ട്. മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസ് കട്ടാകുന്നുണ്ട്. ഓക്കെ, അപ്പൊ കണ്ടക്ടർ അപ് ത്രൂ ഫീൽഡിലേക്കും കട്ടാവുന്നുണ്ട്, ഡൗൺ ഫീൽഡിലേക്കും കട്ടാകുന്നുണ്ട്. അപ്പൊ ഇൻഡ്യൂസ്ഡ് EMF കണ്ടക്ടേഴ്സിലാകുന്ന ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറഞ്ഞാൽ ഇതിന്റെ രണ്ടിന്റെയും കൂടി ഒരു സമ്മേഷൻ ആയിരിക്കും, സീരീസ് ആഡിംഗ് ആണ് നമുക്ക് വരുന്നത്. അപ്പൊ റിസൾട്ടന്റ് വോൾട്ടേജ്, ആ ഒരു ബ്രഷസിൽ വരുന്ന റിസൾട്ടന്റ് വോൾട്ടേജ് എന്ന് പറയുന്നത് ഈ ഒരു രണ്ട് ഇൻഡ്യൂസ്ഡ് വോൾട്ടേജുകളുടെയും സം ആയിട്ടാണ് കിട്ടുന്നത്. അപ്പൊ നമുക്ക് മാക്സിമം പൊസിഷൻ ഈ പറയുന്ന ബിയിലായിരിക്കും നമുക്ക് റിസൾട്ടന്റ് ആയിട്ടുള്ള ആ മീറ്റർ സ്കെയിലിൽ റിസൾട്ട് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ മാക്സിമം വാല്യൂ ആണ് നമുക്ക് ഈ ഒരു 90 ഡിഗ്രി കേസസിൽ കിട്ടുന്നത്. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ നമ്മൾ അടുത്തൊരു കേസ് നോക്കുകയാണ്. അപ്പൊ നമുക്ക് ഒരു 90 ഡിഗ്രി റൊട്ടേഷനിൽ വന്നു അല്ലെ. ഇതാണ് നമ്മൾ പ്രീവിയസ് കേസിൽ നോക്കിയത്. അഗൈൻ ഒരു 90 ഡിഗ്രി റൊട്ടേഷൻ ഷാഫ്റ്റ് കംപ്ലീറ്റ് ആകുമ്പോൾ എന്താകും, ലൂപ്പ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 180 ഡിഗ്രി നമുക്ക് കംപ്ലീറ്റ് ആകുന്നുണ്ട് അല്ലെ. അതായത് അപ്പൊ ഒരു 180 ഡിഗ്രി കംപ്ലീറ്റ് ആകുമ്പോൾ എന്താകുന്നുണ്ട്, അഗൈൻ ഇറ്റ് ബിക്കംസ് ടു പാരലൽ ആയിട്ട് വരും അല്ലെ. ഫ്ലക്സ് ലൈൻസും ആ ഒരു ലൂപ്പും എന്താകുന്നുണ്ട്, നമുക്ക് ഒരു 180 ഡിഗ്രി എന്ന് പറയുമ്പോൾ അഗൈൻ ഇറ്റ് റീച്ചസ് ടു ദി പാരലൽ കണ്ടീഷൻ. പാരലൽ കണ്ടീഷനിലാകുമ്പോൾ എന്താകും, ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത് നമുക്ക് എന്താണ്, കാരണം അവിടെ മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസിനെ കട്ട് ചെയ്യുന്നില്ല അല്ലെ. അഗൈൻ സീറോ ആണ് നമുക്ക് റിസൾട്ടിൽ കാണിക്കുന്നത്. അപ്പൊ എന്റെ ഈ മാക്സിമം വോൾട്ടേജിൽ നിന്ന് എനിക്ക് എത്ര എത്തും, സീറോയിലേക്ക് എത്തും അല്ലെ. ആ ഒരു പർട്ടിക്കുലർ റൊട്ടേഷൻ, അതായത് എനിക്കിപ്പോ 90 ഡിഗ്രിയിൽ നിൽക്കുന്നത് റൊട്ടേറ്റ് ആയി എന്താകുന്നുണ്ട്, എനിക്ക് സീറോ പൊസിഷനിലേക്ക് എത്തുന്നുണ്ട്. അപ്പൊ സീറോ പൊസിഷനിൽ എന്ന് പറയുമ്പോൾ എനിക്ക് എന്താണ് അതിനർത്ഥം, ആ ഒരു കട്ടിങ് അവിടെ നടക്കുന്നില്ല അല്ലെ, പാരലൽ ആവുകയാണ്. അപ്പൊ നോക്കൂ, എന്റെ ഈ പർട്ടിക്കുലർ ഇവിടെയാണ് എനിക്ക് തൊട്ട് പ്രീവിയസ് 90 ഡിഗ്രിയിൽ ഉണ്ടായിരുന്നത്. ദെൻ അത് എന്ത് ചെയ്യുന്നുണ്ട്, ഡൗൺവേർഡിൽ എത്തിയിട്ട് എനിക്ക് സീറോയിലേക്ക് എത്തുന്നത്, അതായത് പാരലൽ പൊസിഷനിലേക്ക് എത്തുകയാണ്. അപ്പൊ എന്റെ വോൾട്ടേജ് എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ബിക്കംസ് റിഡ്യൂസിങ് ടു സീറോ. ഇൻഡ്യൂസ്ഡ് വോൾട്ടേജ് എന്താകുകയാണ്, മാക്സിമം വാല്യൂയിൽ നിന്ന് റിഡ്യൂസ് ആയിട്ട് സീറോയിൽ എത്തുകയാണ്. ഇവിടെ നോക്കൂ, അപ്വേർഡ് കണക്ഷനിലും അങ്ങനെ തന്നെയാണ് വരുന്നത് അല്ലെ. അപ്പൊ ഈ ഒരു പൊസിഷനിൽ ഉണ്ടായിരുന്ന എനിക്ക് ഇനി ഇൻക്രീസ് ആയിട്ട് സീറോയിലേക്ക് എത്തണം, അതായത് പാരലൽ പൊസിഷനിലേക്ക് വരികയാണ് ലൂപ്പും മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസും. അങ്ങനെയാണ് എന്റെ ഈ പറയുന്ന വേവ് എന്ന് പറയുന്നത് എനിക്ക് ഈ ഒരു കേസിൽ 0 ഡിഗ്രിയിൽ എത്തിയിരിക്കുന്നത്. അതാണ് എന്റെ 180 ഡിഗ്രി പൊസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഞാൻ എലമെന്ററി ജനറേറ്റർ എന്ന് പറയുന്നത് ഡി പൊസിഷനിൽ. ഓക്കെ, അപ്പൊ ഡി പൊസിഷനിൽ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഈ ലൂപ്പ് എന്ത് ചെയ്യുന്നുണ്ട്, ടേണിംഗ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ കണ്ടക്ടർ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ലൈൻസിനെ, മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസിനെ കട്ട് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു ടൈമില് കണ്ടക്ടർ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു ഡയറക്ഷൻ ചേഞ്ച് ആയിട്ടുണ്ട് അല്ലെ. ഇനിഷ്യലി നമുക്ക് എവിടെയായിരുന്നു, നോർത്ത് ഇവിടെയും സൗത്ത് ഇപ്പുറത്തേക്കുമായിരുന്നു അല്ലെ. അപ്പൊ നൗ എങ്ങനെയാ വന്നിരിക്കുന്നത് നോക്കൂ, ഇത് വീണ്ടും നമുക്ക് ഇങ്ങനെ വന്ന് റൊട്ടേഷൻ നടന്നിരിക്കുകയാണ്, അതായത് ഡയറക്ഷൻ ചേഞ്ച് ആയിട്ടുണ്ട് അല്ലെ. ഈ ഒരു ഡയറക്ഷൻ ചേഞ്ച് ആയതുകൊണ്ട് നമുക്ക് വരുന്ന റിസൾട്ടിന്റെയും, അതായത് ഇൻഡ്യൂസ്ഡ് ആകുന്ന റിസൾട്ട് എന്തായിരിക്കും,
നെഗറ്റീവ് വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടുന്നത് അല്ലെ. അതായത് നോർത്ത് ടു സൗത്തും വരുന്നുണ്ട്, സൗത്ത് ടു നോർത്തും വരുന്നുണ്ട്, രണ്ട് രീതിക്ക് നമുക്ക് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് ഒരു ഓപ്പോസിറ്റ് ഡയറക്ഷൻ കട്ടിംഗ് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇൻഡ്യൂസ്ഡ് ആകുന്ന EMF എങ്ങനെയായിരിക്കും? ഒരു നെഗറ്റീവ് വോൾട്ടേജ് ആയിരിക്കും. പക്ഷെ ഇൻഡ്യൂസ്ഡ് ആകുന്നത് എങ്ങനെയായിരിക്കും? മാക്സിമം നെഗറ്റീവ് വോൾട്ടേജ് ആയിരിക്കും വരുന്നത് അല്ലെ. ഓപ്പോസിറ്റ് പൊളാരിറ്റിയിലായിരിക്കും, മാഗ്നറ്റിക് പൊളാരിറ്റിയിലായിരിക്കും നമുക്ക് ഈ ഒരു ഫ്ലക്സ് ലൈൻസിനെ കട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇൻഡ്യൂസ്ഡ് വോൾട്ടേജ് റിവേഴ്സ് ഡയറക്ഷനിലേക്കായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ ഒരു 270 ഡിഗ്രി റൊട്ടേഷൻ ആയി കഴിയുമ്പോൾ, 270 ഡിഗ്രി റൊട്ടേഷൻ ആകുമ്പോൾ ലൂപ്പ് എന്താകും? അതിന്റെ ആ ഒരു പൊസിഷൻ റൊട്ടേറ്റ് ആവുകയും മാക്സിമം ടെർമിനൽ വോൾട്ടേജ് നമുക്ക് എന്താണോ എയിൽ കിട്ടിയിരിക്കുന്നത്, അതായത് എ എന്ന് പറഞ്ഞ ഒരു കണ്ടീഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തില്ലേ, അവിടെ എന്താണോ കിട്ടിയിരിക്കുന്നത് സെയിം വരും. പക്ഷെ എന്താണ് കേസ്? നെഗറ്റീവിലായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ഗ്രാഫ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും മാക്സിമം നമുക്ക് എ എന്ന് പറയുന്ന പൊസിഷൻ ഇവിടെയായിരുന്നു വന്നിരുന്നത് അല്ലെ. ഇതെനിക്ക് അല്ല സോറി, എ എന്ന് പറയുന്നത് ഇവിടെയാണ് വരുന്നത്, ഇതെന്ന് പറയുന്നത് ബി പൊസിഷൻ ആണ് അല്ലെ. അപ്പൊ ഈ ഒരു ബി പൊസിഷനിൽ നിന്നും നമുക്ക് എന്താണോ മാക്സിമം കിട്ടിയിരിക്കുന്നത്, സോ ആ സെയിം തന്നെയായിരിക്കും എനിക്ക് ഈ പറയുന്ന സി എന്ന കേസിലും കിട്ടുന്നത്. ഓക്കെ, ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് റബ് ചെയ്യാം. ഓക്കെ ഫൈൻ. സോ അപ്പൊ ബിയിൽ എന്താണോ എനിക്ക് പോസിറ്റീവ് വാല്യൂ കിട്ടിയിരിക്കുന്നത് അതിന്റെ തന്നെ നെഗറ്റീവ് മാക്സിമം ആയിരിക്കും എനിക്ക് സി എന്ന് പറയുന്ന പൊസിഷനിൽ കിട്ടുന്നത്. പക്ഷെ എനിക്ക് എന്താണ് ആ ഒരു പോയിന്റിൽ എന്താണെന്ന് പറഞ്ഞാൽ ജസ്റ്റ് റിവേഴ്സ് ആയിരിക്കും അല്ലെ. ഇപ്പൊ സപ്പോസ് ഇവിടെ +10 വോൾട്ടേജ് ആണ് എനിക്ക് ഇവിടെ കിട്ടിയിരുന്നതെങ്കിൽ ഇവിടെ എനിക്ക് സിയിൽ എത്രയായിരിക്കും? -10 ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, അതാണ് ഇവിടെ നമുക്ക് വരുന്ന ആകെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് വരുന്നത് സെയിം എലമെന്ററി ജനറേറ്റർ എ എന്നുള്ള ഒരു കേസാണ് അല്ലെ. അതായത് നമുക്ക് 360 ഡിഗ്രി പൊസിഷൻ ആണ് വരുന്നത്. 360 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താണ്? വിച്ച് ഇസ് ഈക്വൽ ടു എന്താണ്? 0 ഡിഗ്രി ആണ്. അതുകൊണ്ടാണ് ഞാൻ എ എന്നുള്ള ലെറ്റർ തന്നെ എഗെയിൻ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നത് 270 ഡിഗ്രി ആണ്. അതിനുശേഷം എഗെയിൻ ഒരു 90 ഡിഗ്രി റൊട്ടേഷൻ എന്ന് പറയുമ്പോൾ എന്താകും? ഇറ്റ് ബിക്കംസ് ടു 360 ഡിഗ്രി അല്ലെ. 360 ഡിഗ്രിയിലേക്ക് റൊട്ടേറ്റിംഗ് ആവുമ്പോൾ എന്താണ്? അതിന്റെ സ്റ്റാർട്ടിംഗ് പൊസിഷനിൽ എത്തിയിരിക്കുകയാണ്. അപ്പൊ വോൾട്ടേജ് ഇപ്പൊ എത്രയും നിൽക്കുന്നത്? മാക്സിമം നെഗറ്റീവ് വാല്യൂയിലാണ് നിൽക്കുന്നത്. ആ നെഗറ്റീവ് വാല്യൂ എന്ന് പറയുന്നത് റിഡ്യൂസ്ഡ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഇറ്റ് ബിക്കംസ് ടു 0 വോൾട്ടേജ്. അതായത് എന്റെ സ്റ്റാർട്ടിംഗ് പൊസിഷൻ എനിക്ക് പാരലൽ ആണ്. അതായത് ലൂപ്പും അതേപോലെ തന്നെ ഈ പറയുന്ന ഫ്ലക്സ് ലൈൻസും പാരലൽ ആയിട്ട് എനിക്ക് കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് എന്താണ് ഇൻഡ്യൂസ്ഡ് വോൾട്ടേജ് വരുന്നത്? 0 ആണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു വോൾട്ടേജ് പ്രൊഡ്യൂസ് ആകാം എല്ലാ റൊട്ടേഷനിലും കൂടി കിട്ടുന്നത് എന്താണോ അതാണ് അതിന്റെ ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് എന്ന് പറയുന്നത്. അതായത് ആദ്യം എനിക്ക് ഫ്രം 0 ടു മാക്സിമം പൊസിഷനിലെത്തി, പിന്നെ 0യിലെത്തി. ദെൻ ഫ്രം ദ പൊസിഷൻ 0 ടു എനിക്ക് എന്താണ്? എന്റെ ഡയറക്ഷൻ ചേഞ്ച് ആയി അല്ലെ. ഫ്രം ആ ഒരു വാല്യൂയിൽ നിന്ന് എനിക്ക് അടുത്തൊരു വാല്യൂയിലേക്കാണ് കിട്ടുന്നത്. സോ ആൾട്ടർനേറ്റിംഗ് ആണ് അല്ലെ. ഫ്രം 0 ടു 180 ഡിഗ്രി എനിക്ക് പോസിറ്റീവ് വാല്യൂ ആണെങ്കിൽ ഫ്രം ഈ 180 ടു 360 എന്ന് പറയുന്നത് എനിക്ക് നെഗറ്റീവ് വാല്യൂ. ഇങ്ങനെയാണ് ഒരു ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് എനിക്ക് ജനറേറ്റ് ആകുന്നത്. ഓക്കെ, അപ്പൊ നോക്കൂ, ഓവറോൾ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഓവറോൾ വർക്കിംഗ് ഓഫ് എലമെന്ററി ജനറേറ്റർ നമുക്ക് ഈ ഒരു സിംഗിൾ ഡയഗ്രത്തിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇപ്പൊ നോക്കൂ, ഇനിഷ്യലി 0 ഡിഗ്രി ആണ് അല്ലെ. 0 ഡിഗ്രി എന്ന് പറയുമ്പോൾ എനിക്ക് ഈ ഒരു ലൂപ്പും ഫ്ലക്സ് ലൈൻസും സെയിം പാരലൽ ആണ് വരുന്നത്. സോ ദർ ഈസ് നോ കട്ടിംഗ് വരുന്നുണ്ട് അല്ലെ. അപ്പൊ എനിക്ക് ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത് എത്രയാണ്? 0 ആണ്. അതാണ് എനിക്ക് 0 പൊസിഷൻ, അതായത് എ എന്ന പൊസിഷനിൽ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഞാൻ പറയുന്നത് ബി ആണ്. ദാറ്റ് ഈസ് 90 ഡിഗ്രി. അപ്പൊ ഈ ഒരു ഈ പറയുന്ന ആർമേച്ചർ ലൂപ്പ് 90 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ആയി അല്ലെ. 90 ഡിഗ്രിയിൽ റൊട്ടേഷൻ ആകുമ്പോൾ എനിക്ക് എന്താകണം? ഇവിടെ ഫ്ലക്സ് ലൈൻസ് കട്ട് ആവുകയും എന്റെ വോൾട്ടേജ് എനിക്ക് റിസൾട്ടിൽ കാണിക്കുന്നത് മാക്സിമം വാല്യൂയിലേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട് അല്ലെ. So it reaches to the position B. So maximum 90 ഡിഗ്രിയിൽ എനിക്ക് maximum value ആണ് എനിക്ക് കിട്ടുന്നത്. Okay. Then again it rotates another 90 degree. So എനിക്ക് എത്രയാകും? 180 ഡിഗ്രി പൊസിഷൻ ആണ്. 180 ഡിഗ്രിയിലാവുമ്പോൾ എന്താകും? Again ഇവിടെ നമുക്ക് ഫ്ലക്സ് ലൈൻസ് ഒന്നും കട്ട് ആകുന്നില്ല. So it reaches to 0 degree. Okay, അതാണ് എന്റെ C എന്ന് പറയുന്ന പൊസിഷൻ എന്ന് പറയുന്നത്. Okay. അടുത്തത് എന്താവുന്നുണ്ട്? Again 180 ഡിഗ്രി. So എനിക്ക് 270 ഡിഗ്രി ആണ് വരുന്നത്. So ജസ്റ്റ് ഡയറക്ഷൻ ചേഞ്ച് ആകുന്നുണ്ട് അല്ലെ. ഡയറക്ഷൻ ചേഞ്ച് ആകുകയാണ് എനിക്ക് ഇവിടെ വരുന്നത്. സോ ഡയറക്ഷൻ ചേഞ്ച് ആകുമ്പോൾ എനിക്ക് മാക്സിമം നെഗറ്റീവ് വാല്യൂ കിട്ടുന്നുണ്ട് അല്ലെ. ബി എന്താണോ അതിന്റെ നെഗറ്റീവ് വാല്യൂ ആണ് എനിക്ക് ഡി എന്ന പോയിന്റിൽ കിട്ടുന്നത്. ദെൻ അഗൈൻ അടുത്തൊരു 90 ഡിഗ്രി ആകുമ്പോൾ എന്താകും? എന്റെ ഇനിഷ്യൽ കേസിലേക്ക് വരും അല്ലെ. എ എന്ന് പറയുന്നത് രണ്ടും 360 വിച്ച് ഇസ് ഈക്വൽ ടു 0 ഡിഗ്രി ആണ്. ആ ഒരു ഇനിഷ്യൽ കേസിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, ദെൻ അഗൈൻ അടുത്ത കേസ് എന്താണ്? ദെൻ ബിയിലേക്ക് വരും. ബി എന്ന് പറയുമ്പോൾ എനിക്ക് എന്താകും? അടുത്ത ഒരു മാക്സിമം പി വരും. ദെൻ ഇങ്ങനെ വരും അല്ലെ. ഇതാണ് എനിക്കൊരു ജനറേറ്ററിന്റെ അല്ലെങ്കിൽ ഒരു എലമെന്ററി ജനറേറ്ററിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ,
അപ്പൊ ഇത്രയാണ് നമുക്ക് എലമെന്ററി ജനറേറ്റർ എന്നുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.